കാൽവരി മൗണ്ട് വെള്ളിയാങ്കലിൽ വൻ ചാരായവേട്ട. ചീരങ്കുന്നേൽ സ്കറിയ മാത്യുവിനെയാണ് ചാരായം വാറ്റുന്നതിനിടയിൽ തങ്കമണി എക്സൈസ് സംഘം പിടികൂടിയത്. 19.5 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി. ഏലകൃഷിയുടെ മറവിലാണ് വൻതോതിൽ ചാരായം വാറ്റിയിരുന്നത്. വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് വാറ്റ് നടത്തുന്നതായി എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. തങ്കമണി എക്സൈസ് റേഞ്ചിന്റെ പരിധിയിൽ കാൽവരി മൗണ്ട് വെള്ളിയാങ്കലിൽ നിന്നുമാണ് തങ്കമണി എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് എംപിയുടെ നേതൃത്വത്തിൽ വാറ്റുചാരായവും കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയത്. ചീരങ്കുന്നേൽ മാത്യുവിന്റെ മകൻ സ്കറിയാണ് തന്റെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തിൽ അനധികൃത വാറ്റ് നടത്തുന്നതിനിടയിൽ പിടിയിലായത്. 19.5 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളുമാണ് പിടിച്ചെടുത്തത്. വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് ഇവിടെ വൻതോതിൽ ചാരായം വാറ്റുന്ന എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് എക്സൈസ് ഇവിടെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കാൽവരി മൗണ്ട് വെള്ളിയാങ്കല്ല് കരയിൽ നടത്തിയ പരിശോധനയിൽ വെള്ളിയാങ്കല്ല് സ്വദേശിയായ ചീരങ്കുന്നേൽ വീട്ടിൽ മാത്യു മകൻ സ്കറിയ ചാരായം വാറ്റിക്കൊണ്ടിരുന്ന സ്ഥലത്ത് വെച്ച് ടിയാനെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടുള്ളതാണ്. പ്രതിയുടെ പക്കൽ നിന്നും 19.5 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയിട്ടുള്ളതാണ്. പ്രതി വിഷു ഈസ്റ്റർ മുന്നിട്ട് കണ്ടുകൊണ്ട് വൻ ലാഭത്തിന് വേണ്ടി ചാരായം വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചാരായം വാറ്റുന്നത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. മറ്റ് ടിയാനെ സഹായിച്ച ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവധി ദിനങ്ങളോടനുബന്ധിച്ച് വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ തങ്കമണി എക്സൈസ് റേഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾ എക്സൈസ് ഓഫീസിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥന കൂടി ഈ സമയം പങ്കുവെക്കുകയാണ്. വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് വാറ്റ് കേന്ദ്രത്തിൽ മിന്നൽ പരിശോധന നടത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സൈജുമോൻ ജേക്കബ്, പ്രിവന്റീവ് ഓഫീസർ ജയൻ പി ജോൺ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ജിൻസൺ സി എൻ, ജോഫിൻ ജോൺ, വനിതാ എക്സൈസ് ഓഫീസർ ഷീന തോമസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അമൽ, ആനന്ദ് വിജയൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പ്രതിയെ ഇടുക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.